ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ ശപിച്ചാൽ ഏക്കുമോ, അല്ലെങ്കിൽ അമ്മായിയമ്മ അമ്മായിപ്പനെ ശപിച്ചാൽ ഏക്കുമോ എന്നൊക്കെ. അവരെന്നെ ശപിച്ചു, അതാ എനിക്ക് ഒരു ഗതിയുമില്ലാത്ത, അല്ലെങ്കിൽ വേറെയുള്ളവരാരെങ്കിലും ശപിച്ചാൽ ഏക്കും എനിക്ക് എന്നൊക്കെ ചിന്തിക്കുന്നവരില്ലേ. അതങ്ങനെയൊന്നും അല്ല കേട്ടോ അതിൻ്റെ കാര്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ സമയത്ത് അവരും അത് ചിന്തിക്കുക. നമ്മളെപ്പോഴും നശിച്ചു പോകണം, അവർ ഗതി പിടിക്കരുത് എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും നമുക്കൊരു ഗതിയില്ല, നമുക്കൊരു ഒന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരികയും ചെയ്യുകയാണെങ്കിൽ അത് ഒരു വൈബ്രേഷനായിട്ട് നമ്മളിലേക്ക് വരും എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഹൈ പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെന്ത് വിചാരിച്ചാലും, എത്ര പ്രാഗിയാലും, എത്ര ചീത്ത വിളിച്ചാലും അത് നമ്മളെ ഏൽക്കുകയില്ല. അതുമാത്രം വിചാരിച്ചാൽ മതി. അപ്പം നമ്മളെപ്പോഴാണോ നമ്മളുടെ എനർജി ഡൗൺ ആയി കിടക്കുന്നത്, അതായത് നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ ബാധിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. എന്നോട് പറഞ്ഞു തന്നതും ഞാൻ അനുഭവിച്ചറിഞ്ഞതും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഹൈ എനർജി ഉള്ളതായിരിക്കുക, നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക, അല്ലാതെ നെഗറ്റീവ് മാത്രം ചിന്തിക്കാതിരിക്കുക. അപ്പോഴേക്ക് നമ്മളിലേക്ക് കരിങ്കണ്ണ്, അല്ലെങ്കിൽ നാവുദോഷം, അല്ലെങ്കിൽ എന്താണെന്ന് പറയണ ശാപം, താപം, ഇതൊന്നും നമ്മളേക്കില്ല. അത്രമാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും പോസിറ്റീവ് നിറച്ച് വയ്ക്കുക, അത്രമാത്രം കേട്ടോ.